OTT-യിലും തിയേറ്ററിലും ഒരുപോലെ വർക്കാവുന്ന ഒരു സിനിമയാണ് ഈ എക്കോ. നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിന് ഈ സിനിമയോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു തിരക്കഥയുള്ള സിനിമയാണ് ഈ എക്കോ എന്ന് പറയുന്നത്. പക്ഷെ കുറേ പേര് ഈ സിനിമ കണ്ടിട്ട് ഇതിൽ വലിയ പൂർണ്ണതയില്ലാത്തൊരു സിനിമയാണ്. കഥ പറഞ്ഞു കൊടുക്കാത്ത സിനിമയാണ്. എന്താണ് നടന്നതെന്ന് പറയാത്ത സിനിമയാണ്. നല്ല വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് സിനിമയിൽ എല്ലാ കാര്യങ്ങളും. അവസാനം നരേൻ്റെ ഒരു ഡയലോഗിൽ കൂടെ തന്നെ എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കുര്യച്ചന് വെളിയിറങ്ങണമെങ്കിൽ കുര്യച്ചനല്ലാതെ വേറൊരാളാണ് തീരുമാനിക്കേണ്ടതോ എന്ന് ചോദിക്കുമ്പോൾ പ്ലാത്തിച്ചേട്ടത്തിയെ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ പട്ടികൾ വന്ന് നിൽക്കുന്നത് നമ്മളെ കാണിച്ചു തരുന്നത് ഈ നായ്ക്കളുടെ ഈ ഒരു സൈന്യം മൊത്തം പ്ലാത്തിച്ചേട്ടത്തിൻ്റെ കൺട്രോളിലാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ പ്ലാത്തിച്ചേട്ടത്തി തന്നെയാണ് കുര്യച്ചനെ കാവൽ നിർത്തിയിരിക്കുന്നത് നായ്ക്കളിലാൽ. എന്നിട്ട് അവസാനം ബൈനോക്കുലർ വഴി നോക്കുന്നത് കുര്യച്ചനെ തന്നെയാണ്. കുര്യച്ചൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ കുറേ പേര് പറയുന്നു പ്ലാത്തിച്ചേട്ടത്തി കുര്യച്ചനെ കൊന്നു വന്നു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കൊലപാതകമല്ല, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നതല്ല പ്ലാത്തിച്ചേട്ടത്തി ഉദ്ദേശിക്കുന്നത്. പ്ലാത്തിച്ചേട്ടത്തിയെ എങ്ങനെയാണോ അവർ ആഹാരമൊക്കെ കൊടുത്ത് ഒരു കേന്ദ്രത്തിൽ അടച്ചത്, അതുപോലെ കുര്യച്ചനെയും ഒരു കേന്ദ്രത്തിൽ നായ്ക്കളുടെ സൈന്യത്താൽ സൂക്ഷിച്ച് നിർത്തുന്നു. അവിടെയാണ് കഥ നിൽക്കുന്നത്. അല്ലാതെ ഒരിക്കലും പ്ലാത്തിച്ചേട്ടത്തി കുര്യച്ചനെ കൊല്ലുന്നില്ല. ഈ ചോറൊക്കെ മണത്ത് നോക്കുന്നത് വിഷമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷെ വിഷമൊന്നുമില്ല, അതിനകത്ത് ചോറ് കൊടുക്കുന്നു എന്നത് മാത്രം. അല്ലെങ്കിൽ ഈ മുളം കുറ്റിയിൽ ചോറ് നായ്ക്കളുടെ കയ്യിൽ കൊടുത്തു വിടുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് അവർ ആ സീൻ വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും കുര്യച്ചൻ മരിച്ചിട്ടില്ല. അപ്പം ഈ സിനിമ കണ്ടിട്ട് കുറേ പേര് പറയുന്നു ഇതിന് പൂർണ്ണതയില്ല. അതിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ ചില സിനിമകൾ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കേണ്ട സിനിമകളുണ്ട്. അവരെല്ലാം ഇട്ടുതരും, എന്താണ് വരുന്നതെന്നും എല്ലാം കാണിച്ചു തരും. നമ്മൾ സീന് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അതെങ്ങനെയാണെന്ന്. അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നൊരു സിനിമയല്ല ഈ എക്കോ എന്ന് പറഞ്ഞ സിനിമ. ഈ കിഷ്കിണ്ട കാണ്ട പോലത്തെ സിനിമ. കിഷ്കിണ്ട കാണ്ട എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ എക്കോ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് ഓരോ ഐഡിയാസാണ് നമുക്ക് വരുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ആസ്വാദകന്റെ ചിന്താശേഷി പോലെ കഥ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി തിരക്കഥാകൃത്തോ സംവിധായകനോ ഇട്ട് തരുന്ന ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും എക്കോ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പ്രിഫർ ചെയ്യും. നിങ്ങൾ സിനിമ കാണണം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ കുര്യച്ചൻ മരിച്ചിട്ടില്ല. കുര്യച്ചനെ കൊല്ലൂല. പ്ലാത്തിച്ചേട്ടത്തിക്ക് അങ്ങനെ കൊല്ലാൻ പറ്റൂല. പ്ലാത്തിച്ചേട്ടത്തി അവിടെ നായ്ക്കളുടെ സൈന്യത്തിന് കാവൽ നിർത്തി ഒരു മാളത്തിനകത്ത് അടച്ചിരിക്കുകയാണ് കുര്യച്ചനെ. ഫുഡും എല്ലാം കറക്റ്റായിട്ട് എത്തും. ഒരു സുഖ സൗകര്യങ്ങളും ഇല്ല അതിനകത്ത്. ഫുഡെല്ലാം കറക്റ്റായിട്ട് എത്തും. പക്ഷെ നമ്മൾ പറയൂലേ, ബന്ധനം കാനഡത്തിൻ്റെ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ എന്ന് പറയൂലേ, അതുപോലെ ബന്ധനത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കുര്യച്ചനെ അതിനകത്ത് ഇട്ട് പൂട്ടി കഴിഞ്ഞ് എപ്പോൾ കുര്യച്ചൻ വെളിയിറങ്ങണമെന്ന് പ്ലാത്തിച്ചേട്ടത്തി തീരുമാനിക്കും. അല്ലാതെ പ്ലാത്തിച്ചേട്ടത്തി ഒരിക്കലും കുര്യച്ചനെ കൊന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നിങ്ങൾ പറയും ഇപ്പം കുറേ നായ്ക്കൾ വന്നിരുന്നില്ല, അപ്പോൾ ഇത്രയും നായ്ക്കൾ ഒരുമിച്ച് വന്നെങ്കിൽ അവിടുത്തെ നായ്ക്കളൊക്കെ തിരിച്ചു വന്നു. പക്ഷേ എത്ര നായ്ക്കളുണ്ടെന്നൊന്നും ഈ സിനിമയ്ക്ക് അത് പറയുന്നില്ല. നല്ല രീതിയിൽ നായ്ക്കളുണ്ട്. പണ്ടേ വർഷങ്ങളോളം അവിടെ ആ ബ്രീഡ് മാത്രമാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ നായ്ക്കളാണ്. അവിടെയും കാണും ഇവിടെയും കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലാണ്. നന്ദി, നമസ്കാരം.